ഈ ആദ്യം ചായ കൊള്ളില്ല എന്ന് പറഞ്ഞ ജിൻഡോ ഉപ്പില്ലാതെ ഒരാഴ്ച ഭക്ഷണം കഴിച്ചു ഞാൻ വെച്ചു കൊടുത്തത്. അപ്പൊ ജിൻഡോയും രശ്മിനും പവർ റൂമിൽ കയറിയ സമയത്ത് ഈ ഫുഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പോലും അവർക്ക് എന്താണോ വേണ്ടത് അതാണ് അവർ സെലക്ട് ചെയ്യുന്നത്. പലപ്പോഴും പല സീനിലും മ്യൂട്ടായി പോകുന്നുണ്ട്. അതെ അതെ, ശരിക്കും നിങ്ങളോട് ഗംഭീര വഴക്ക് പറച്ചിലും തെരുവിളികളും നടക്കുന്നുണ്ടോ? സത്യമായിട്ടും ഉണ്ട്. ഞാൻ അത് കള്ളം പറയുന്നില്ല. പലരുടെ ഭാഗത്തു നിന്നും നമ്മൾ ഒരിക്കലും പബ്ലിക് സ്പേസിൽ പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഒരു കോടീശ്വരനാണ്, ഓക്കെ. പക്ഷെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുട്ടികളുടെ കാര്യങ്ങൾ അമ്മ എന്ന നിലയിൽ അവരുടെ എല്ലാ കാര്യങ്ങളും ഫിനാൻഷ്യലി അവരുടെ കാര്യങ്ങൾ പഠിത്തമായാലും മറ്റു കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് എൻ്റെ പൂർണ്ണമായ ഒരു ഉത്തരവാദിത്തമാണ്. വൈൽഡ് കാർഡ് എൻട്രിയിലെ ഇത്ര അധികം പേർ ഒരുമിച്ച് വരുന്നത് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമാണ്. പക്ഷെ അങ്ങനെ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് കൂടിയായിരിക്കും ചേച്ചിനെ പുറത്താക്കിയെന്ന് തോന്നുന്നത്. അത് ചിലപ്പോൾ ഉണ്ടാവുന്നു. അതൊരു ഗെയിം അല്ലേ. എന്തായാലും ഇതൊരു എൻ്റർടൈനിങ് ഫീൽഡാണ്. നമ്മളിപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം ഷോ ആണെങ്കിലും ഇത് ജനങ്ങൾക്കാണ്. ജനങ്ങൾക്ക് എൻ്റർടൈൻമെന്റ് കൊടുത്തേ പറ്റൂ. ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാഞ്ഞത് എന്ത്? ആര് പറഞ്ഞു വേണ്ട വിധത്തിൽ ഞാൻ ഉപയോഗിച്ചില്ലെന്ന്? എങ്കിൽ പിന്നെ എങ്ങനെയാണ് അതാ ഞാൻ പറയാം, മൂന്നാമത്തെ ആഴ്ച ഉണ്ടായ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്തതല്ല. എനിക്കിത് മുന്നോട്ട് പോകാൻ എങ്ങനെയാണ് ഞാൻ ഇനി ഇവരുടെ മുന്നിൽ നിൽക്കേണ്ടതെന്നൊരു കൺഫ്യൂഷനാണ്. കാരണം ഞാനൊരു ഗെയിം പ്ലാൻ ആയിട്ട് പോയ ഒരാളല്ല. ഇത്രയും ഇൻഡസ്ട്രിക്കകത്ത് നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് കളി മാറ്റി ചവിട്ടാൻ പറ്റുമായിരുന്നു. നാലാമത്തെ ആഴ്ച ഞാൻ മാറ്റി തുടങ്ങിയായിരുന്നല്ലോ. പക്ഷെ അപ്പോഴത്തേക്ക് വൈകിപ്പോയി, ഞാൻ പുറത്തുപോയി. വലിയൊരു കണ്ടൻസ് ഒന്നും ശ്രീധുവിന്റെ ഭാഗത്തുനിന്ന് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ബിഗ് ബോസിൽ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണ്ണും അതൊക്കെ നമ്മളും കാണുന്നുണ്ട്. അല്ല അതെ, നമ്മൾ ഈ പ്രായമൊക്കെ കഴിഞ്ഞ് വന്നല്ലേ. പക്ഷെ അത് എത്രത്തോളം വർക്കൗട്ട് ആവുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഒരു വലിയൊരു ഇതിലേക്കൊന്നും അവർ പോകുന്നില്ല. ജസ്റ്റ് നോട്ടത്തിലൊക്കെ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. വൈൽഡ് കാർഡ് എൻട്രിയില് യമന ചേച്ചിയുടെ സജഷനിൽ ഒരാളെ കൊണ്ടുവരാന്നുള്ളത് എങ്കിൽ മലയാളത്തിൽ നിന്ന് ആരെ കൊണ്ടുവരും? റിയാസ്. ജാസ്മിൻ, എനിക്ക് നിന്നോട് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അവിടെ വെച്ചും എനിക്കത് പറയണമെന്ന് തോന്നി, അവിടെ വെച്ച് എനിക്ക് പറയാൻ പറ്റിയില്ല. ഇപ്പൊ പുറത്തിറങ്ങി ഞാൻ പലതും കണ്ടിട്ടാണ് പറയുന്നത്. നീ ആ ഗബ്രിയെ വിട്ടിട്ട് നീ ഒറ്റയ്ക്ക് ഒന്ന് കളി. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. എന്തായാലും ഹോട്ട് സീറ്റിലാണ്, ചൂട് കൂടുന്ന ചെയറാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശീതീകരിക്കാൻ ഇടയ്ക്ക് ഒരു ഓറഞ്ച് ജ്യൂസ് ഒക്കെ ഉണ്ട്. അതാണല്ലേ നിങ്ങൾ നേരത്തെ കുട്ടി ഒരു ഓറഞ്ച് ജ്യൂസ് ഒക്കെ ഇവിടെ കൊണ്ടുവച്ചേ. ആദ്യം ഇത്തിരി കുടിച്ചേക്കാം, തണുപ്പിക്കാം. മുൻ സീസണിൽ അപേക്ഷിച്ചിട്ട് സീസൺ 6 വരുമ്പോൾ അത്ര പരിചിതമായിട്ടുള്ള മുഖങ്ങളാണ് കുറെ കാണേണ്ടി വന്നത് അല്ലെ? പരിചിതമായി മനസ്സിലായില്ല. പരിചിതമില്ലാത്ത മുഖങ്ങളാണ് കൂടുതലും വന്നിട്ടുള്ളത് ഇൻഡസ്ട്രിക്കകത്തും അല്ലെ? അവിടെ കുറെ കൂടി എക്സ്പീരിയൻസ് ആയിട്ട് കുറെ കൂടി കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്നിട്ടും ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാഞ്ഞത് എന്ത്? ആര് പറഞ്ഞു വേണ്ട വിധത്തിൽ ഞാൻ ഉപയോഗിച്ചില്ലെന്ന്? എങ്കിൽ പിന്നെ എങ്ങനെയാണ്? അതാ ഞാൻ പറയാം, മൂന്നാമത്തെ ആഴ്ച ഉണ്ടായ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്തതല്ല. എനിക്കിത് മുന്നോട്ട് പോകാൻ എങ്ങനെയാണ് ഞാൻ ഇനി ഇവരുടെ മുന്നിൽ നിൽക്കേണ്ടതെന്നൊരു കൺഫ്യൂഷനാണ്. കാരണം ഞാനൊരു ഗെയിം പ്ലാൻ ആയിട്ട് പോയ ഒരാളല്ല. ബാക്കിയുള്ളവരെല്ലാം എനിക്ക് തോന്നുന്നു നിഷാനയും സുരേഷ് ഏട്ടനും ഒഴിച്ച് ബാക്കി വന്ന എല്ലാവരും പക്ക ഗെയിം പ്ലാൻ ആയിട്ടും അവിടെ എങ്ങനെ സംസാരിക്കണം, ആരോട് എങ്ങനെ സംസാരിക്കണം, ഏതൊക്കെ വാക്കുകൾ ഉപയോഗിക്കണം എന്ന് പഠിച്ച് നല്ലപോലെ ഉറപ്പിച്ച് വന്ന വ്യക്തികളാണ് ബാക്കിയുള്ളത്. പക്ഷെ ഞാനത് ചെയ്തില്ല. അതാണ് എൻ്റെ ഫോൾട്ടാണത്. ഇത്രയും ഒരു പ്ലാറ്റ്ഫോം എനിക്ക് അവസാന നിമിഷമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൽ കൺഫേം ആയി എന്ന് അറിയുന്ന പോലും ഈ പോകുന്നതിന് ഒരാഴ്ച മുന്നേ. അപ്പൊ ഞാൻ എങ്ങനെ ഗെയിം പ്ലാൻ ചെയ്യും? അതിന് മുമ്പ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴാണെങ്കിലും എല്ലാം സംഭവിക്കാൻ പോകുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ് അല്ലെ? ഒന്നും അവിടെ പോയിട്ട് പ്രഡിക്ട് ചെയ്യാൻ പോകുന്നതോ ഗെയിം പ്ലാൻ കാര്യങ്ങളോ ഒപ്പമുള്ള മത്സരാർത്ഥികൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു ഒന്നും വ്യക്തമല്ല. അപ്പൊ ഇവിടെ തന്നെ ചേച്ചി വളരെ വ്യക്തമായിട്ടുള്ള ബോധമുണ്ട്. അവര് വെൽ പ്ലാൻഡ് ആയിട്ടാണ് വന്നിരുന്നത്. അത് അവരുടെ മിടുക്കാണ്. അപ്പൊ നമ്മൾക്കും ഇതേപോലെ വരുന്ന സമയം അറിയുന്ന സമയമാണെങ്കിലും അവിടെ നിന്നുകൊണ്ട് ഇത്രയും ജീവിതവും അല്ലെങ്കിൽ ഇത്രയും ഇൻഡസ്ട്രിക്കകത്ത് നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് കളി മാറ്റി ചവിട്ടാൻ പറ്റുമായിരുന്നു. നാലാമത്തെ ആഴ്ച ഞാൻ മാറ്റി തുടങ്ങിയായിരുന്നല്ലോ. പക്ഷെ അപ്പോഴത്തേക്ക് വൈകിപ്പോയി, ഞാൻ പുറത്തുപോയി. അത് ജനങ്ങളുടെ വോട്ടിംഗ് ആയിരിക്കും. ഞാൻ അത്ര ചിന്തിക്കുന്നോളൂ. ജനങ്ങൾക്ക് തോന്നിക്കാണുമായിരിക്കും. മൂന്നാമത്തെ ആഴ്ച ഒന്ന് ഡൗൺ ആയപ്പോൾ അവർക്ക് തോന്നിക്കാണുമായിരിക്കും ഇവരെ കൊണ്ട് ഇനി അത് പറ്റില്ല എന്ന് തോന്നിയിട്ട് അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അത് മാത്രമാണോ അതോ പ്രേക്ഷകർക്ക് കുറെ കൂടി സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റന്റ് അപ്പൊ അവരുടെ നയങ്ങൾക്ക് എതിരെ നിൽക്കുമ്പോഴോ വ്യക്തികൾക്ക് എതിരെ നിൽക്കുന്നതോ ഈ വോട്ടിംഗ് കുറയാൻ കാരണമായിട്ട് തോന്നുന്നു? വോട്ടിംഗ് കുറയാൻ ഒരു പ്രധാന കാരണം പുറത്തിറങ്ങി കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കിയ എന്താണെന്നറിയോ, ഒരുപാട് കുടുംബ പ്രേക്ഷകരും കുഞ്ഞുങ്ങളും കുട്ടികളും എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ആ ഷോയിൽ നിന്ന് ക്വിറ്റായത്
ഭയങ്കരമായിട്ട് വിഷമത്തോടെ എൻ്റെ അടുത്ത് വന്ന് എന്നെ തിരക്കി പിടിച്ച് വന്ന് സംസാരിച്ച ആൾക്കാരുണ്ട്, കുഞ്ഞുങ്ങൾ. അതുപോലെ നിങ്ങൾ വിശ്വസിക്കില്ല, ആലപ്പുഴയിലുള്ള ഒരു ഡോക്ടർ സംഗീത, ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, എനിക്കറിയില്ല. എൻ്റെ മെയിൽ ഇങ്ങനെ ഞാൻ വന്നപ്പോൾ കുറേ ക്വിറ്റായി വന്നതിന് ശേഷം കുറച്ച് 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ മെസ്സേജ് വന്ന് കിടക്കുക, മേഡത്തിൻ്റെ നമ്പർ ഒന്ന് വേണം സംസാരിക്കാൻ. എൻ്റെ മോള് 7 വയസ്സോ 8 വയസ്സോ, മോക്ക് മേഡത്തിനോടൊന്ന് സംസാരിക്കണം. മേഡം ക്വിറ്റാവുന്ന ആ എപ്പിസോഡ് കണ്ട് ഇവിടെ കിടന്ന് ഭയങ്കര കരച്ചിലും വിളിയായിരുന്നു. ആ കുട്ടി ഇപ്പോഴും ഭയങ്കര വിഷമത്തിൽ, ആൻറ്റി അടുത്തൊന്ന് സംസാരിക്കണം, എനിക്ക് ആൻറ്റി ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട്. വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ പെരുമാറുന്നതോ അങ്ങനെ ഉണ്ടായ ഒരു കാര്യം ഏതാ ഈ ഓർത്തെടുക്കാൻ ജാസ്മിന്റെ ചായയുടെ സംഭവം അപ്പൊ കാണിക്കുമ്പോഴാട്ടോ കാണുന്നത്. അറിയുന്നു? അവിടെ വെച്ച് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ. ലാലേട്ടൻ വന്നത് വിഷ്വൽ ഇട്ടപ്പോഴാണ് കാണുന്നത്. അപ്പം ഭയങ്കര വിഷമമായി പോയി അത് കണ്ടപ്പോൾ. അതൊക്കെ അത് ചീപ്പാണ്. ഇനി എന്തെന്ന് പറഞ്ഞാലും ചീപ്പാണ്, അത് ചെയ്യാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ആ എടുത്ത കപ്പെങ്കിലും അങ്ങ് മാറ്റി കളഞ്ഞാൽ മതിയായിരുന്നു. ആ എടുത്ത ചായ പിന്നെ ഒരാൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അത് എടുക്കാനോ ചെയ്യേണ്ടായിരുന്നു. അതെങ്കിലും കൊണ്ടും കളഞ്ഞിട്ട് കപ്പ് കഴുകി വെക്കായിരുന്നു. ജാസ്മിൻ ഉണ്ടാക്കിയ ചായ കുടിക്കാതെയായിരുന്നു. ജാസ്മിൻ ചായ അങ്ങനെ ഉണ്ടാക്കാറില്ല. ജാസ്മിൻ അല്ല അന്നും ഉണ്ടാക്കിയത്. ജാസ്മിൻ ചായ എടുത്തതേ ഉള്ളൂ. ചായ ജാസ്മിൻ അല്ല, അപ്സരയെ കണ്ട ഉണ്ടാക്കിയത്. പെട്ടെന്ന് ഇനിയിപ്പോ ജ്യൂസ് എടുത്ത് കുടിക്കുമ്പോ ജ്യൂസ് ജാസ്മിന്റെ ചായ ഓർമ്മ വരുമോ? ശരിക്കും ഈ ഹൈജീൻ എന്നൊക്കെ പറയുന്നതേ ഒരു ദിവസം കൊണ്ട് ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ട കാര്യമല്ല. നമ്മൾ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ അത് ഓരോ പടിയായിട്ട് പഠിപ്പിച്ച് അവർ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഉണ്ടാവേണ്ടതാണ് ഈ ഹൈജീൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു ദിവസം കൊണ്ട് അതെ നമ്മൾ ഒരു ദിവസം കൊണ്ട് ഇപ്പോൾ ഒരാൾക്ക് അതെ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അല്ല ഞാനിപ്പം ഇന്ന് പറയാണ് നിങ്ങൾ പിന്നെ ഈ ചെരുപ്പിട്ട് വേണം നടക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നിയാലേ ഇടാൻ പറ്റൂ. പക്ഷെ നമ്മൾ ചെറുതിലേ അത് ഇട്ട് ശീലിച്ചിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കത് ഇടാതെ കാലിൽ ഒരിടത്ത് ചവിട്ടാൻ തോന്നില്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മളൊരു പ്രായമായി കഴിഞ്ഞപ്പോൾ നമ്മൾ ആളുകൾ മുതിർന്നവരൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മളതൊന്ന് മനസ്സിലാക്കണം, അതിൽ എന്തെങ്കിലും ഒരു ശരി ഉണ്ടാവും എന്ന് മനസ്സിലാക്കണമെന്ന്. യെസ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സെഗ്മെന്റിലോട്ട് പോവാണ്. ഓക്കെ. പറയാതെ വയ്യ. യെസ്. അപ്പോൾ ചേച്ചി ഇപ്പൊ എന്തായാലും ഇത്ര ദിവസം അവിടെ ഉണ്ടായിരുന്നു, പുറത്തു വന്നു, കുറെ കൂടി വ്യക്തമായിട്ടുള്ള അല്ലെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയായിരുന്നുള്ളത്. അപ്പോൾ കുറച്ച് അതിനകത്തെ മത്സരാർത്ഥികളുടെ പേര് പറയും, അവരോട് എന്താണ് പറയാനുള്ളത്. ഇപ്പോൾ ചേച്ചി പറയുന്നത് ഇനി മുതൽ ക്യാമറ നോക്കിയിട്ടായിരിക്കും. അത് ആ മത്സരാർത്ഥിയോട് പറയാൻ പോവാണ്, നിങ്ങൾ എങ്ങനെ കളിക്കണം, നിങ്ങൾ എന്താവണം, നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത് നേരിട്ട് കണ്ട് എങ്ങനെ പറയും, ആ പറയുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ അതിലൂടെയൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്ന പല ശരികളും തെറ്റുകളും ഉണ്ടായിട്ടുണ്ട്, ചേച്ചിക്ക് പറയാൻ പറ്റിയതും പറയാൻ പറ്റാത്തതൊക്കെ. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ആ ചെയ്ത അനീതികളോടെ കുറിച്ചും സംസാരിക്കാം. ഓക്കെ, അങ്ങനെയാവാം. റെഡി? റെഡി. സോ ആദ്യം ജിൻഡോ അടുത്ത് ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞ കാര്യമാണ്. ജിൻഡോയുടെ ദേഷ്യം വരുമ്പോൾ ജിൻഡോയുടെ കയ്യിൽ നിന്ന് പോകുന്ന ചില വാക്കുകൾ പുറത്ത് നമ്മൾ പബ്ലിക്കായിട്ട് പറയാൻ പാടില്ലാത്ത വാക്കാണ്. എന്നുവെച്ചാൽ പബ്ലിക് മീൻസ് ഇത് കുറേ ജനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു ഷോയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ഇന്ന് നമ്മൾ പറയാൻ പാടില്ലാത്ത കുറേ വാക്കുകൾ ജിൻഡോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ജിൻഡോയുടെ അവിടെ വെച്ചും പറഞ്ഞിട്ടുണ്ട്. വളരെ സൂക്ഷിക്കണം ദേഷ്യം വരുമ്പോൾ നീ ഉപയോഗിക്കുന്ന വാക്കുകൾ. അല്ലാത്ത സമയത്തൊക്കെ നീ ഓക്കെയാണ്, പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് നീ ഉപയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എവിക്റ്റായി ഇറങ്ങുന്ന സമയത്തും ജിൻഡോയോട് അത് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ജിൻഡോ ഇപ്പോൾ അങ്ങനത്തെ വാക്കൊന്നും വലുതായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ എപ്പിസോഡ്സ് കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കിയത്. അത് ജിൻഡോ ആണെന്നുള്ള രീതിയിലേക്ക് അങ്ങ് രൂക്ഷമായിട്ട് ഒന്ന് വിളിച്ചേ, ജിൻഡോ ഒന്ന് വിളിച്ചിട്ടൊന്ന് പറഞ്ഞേ. ജിൻഡോ ഞാൻ അന്ന് പറഞ്ഞിട്ട് വന്ന കാര്യമാണ്, ആവർത്തിക്കരുത്. നിനക്ക് ദേഷ്യം വരുമ്പോൾ നീ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ആ വാക്കുകളായിരിക്കും നിനക്ക് തിരിച്ചടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് 100 ദിവസം അവിടെ നിന്ന് കപ്പടിച്ചിട്ടേ ഇറങ്ങാവൂ. കേട്ടല്ലോ ഞാൻ പറഞ്ഞത്? ശരണ്യ, നീ വളരെ ഡീസൻ്റായിട്ട് നീറ്റായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നീ അങ്ങനെയാണ്, എനിക്കറിയാതെ. നമ്മൾ പേഴ്സണലി ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. നിനക്ക് വളരെ ജെന്യൂനായിട്ട് നിന്ന് കളിച്ച് പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും നീ കുറച്ചുകൂടെ പവർഫുള്ളായിട്ട് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നിനക്ക് ടോപ്പ് 5-ൽ എത്താൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നീ ഒന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് പിടിക്കുക. ഓക്കെ. അടുത്തത് അർജുൻ നീ എൻ്റെ സൂപ്പർ ഹീറോ ആണ്. ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു നീ ഒരു സൂപ്പർ ഹീറോ ആണ്. പക്ഷേ ഗെയിമിൽ നിന്റെ ക്യൂട്ട്നെസ്സും നിന്റെ ലുക്കും നിന്റെ നടത്തയും ആ കള്ളച്ചിരിയും അതാണ് നിന്നെ സൂപ്പർ ഹീറോ ആക്കിയത് ഞാൻ. പക്ഷെ ഗെയിമിൽ കുറച്ചുകൂടെയൊക്കെ ഒന്ന് എന്താ പറയുക, കുറച്ചുകൂടെ ഒരു സ്ട്രോങ് ആയിട്ടൊക്കെ ഗെയിം എന്ന രീതിയിൽ അതിനെ കണ്ട് കളിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നീ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് കളിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്തോട്ടാവും. ഓക്കെ. അർജുൻ കേട്ടല്ലോ അല്ലേ? അതെ, അർജുൻ കേട്ടല്ലോ. ഞാൻ അവിടെ വെച്ച് നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്,
നീ ഭയങ്കരമായിട്ട് ഇമോഷൻ ആവും ചില സമയത്ത്. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ഇമോഷൻ ആവുന്നത് നീ. അപ്പം അതൊന്ന് മാറ്റി പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ അത് മാറ്റി പിടിച്ചായിരുന്നു. കുറച്ചുകൂടെ സ്ട്രോങ് ആയി. നീ നല്ല രീതിയിലൊക്കെ കളിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. നീ സ്ട്രോങ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നുണ്ട്. മറ്റാരെക്കുറിച്ചും ബോധേഡ് ആവാതെ നിനക്ക് പറയാനുള്ളത് നീ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോ. ഓക്കെ ജാസ്മിൻ. ജാസ്മിൻ, എനിക്ക് നിന്നോട് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അവിടെ വെച്ചും എനിക്കത് പറയണമെന്ന് തോന്നി, അവിടെ വെച്ച് എനിക്ക് പറയാൻ പറ്റിയില്ല. ദാ ഇപ്പം പുറത്തിറങ്ങി ഞാൻ പലതും കണ്ടിട്ടാണ് പറയുന്നത്. നീ ആ ഗബ്രിയെ വിട്ടിട്ട് നീ ഒറ്റയ്ക്കൊന്ന് കളിക്ക് ഈ കളി. നിന്നെ കൊണ്ട് അത് പറ്റും. പ്ലീസ് നീ നല്ല രീതിയിൽ ഈ ഗെയിമിനെ ഒന്ന് നല്ല രീതിയിൽ കണ്ടിട്ട് ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ബോധം മനസ്സിൽ വെച്ചിട്ട് നീ ആ ഗെയിമിനെ ഗെയിമായിട്ട് കണ്ട് ഗബ്രിയെ ഒന്ന് മാറ്റി വെച്ചിട്ട് നീ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് ഈ ഗെയിം കളിക്ക്. നീയും ടോപ്പ് 5-ലെത്തും. ഉറപ്പാണ്, അതിൽ യാതൊരു സംശയമില്ല. ഓക്കെ അൻസിബ. അൻസിബ, നീ ഡെയിലി പോണം എന്നാണ് വന്ന അന്ന് തൊട്ടേ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്ന് മാറ്റിയിട്ട് നിൻ്റെ ഉള്ളിൽ കുറേ ഫയറുള്ളൊരു കുട്ടിയാണ്. നീ പറയുന്ന പല കാര്യങ്ങളും എപ്പോഴും പറയത്തില്ലെങ്കിലും നീ ചില സമയത്തേ പറയാറുള്ളൂ. വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് നീ അത് പറയുന്നത്. പക്ഷെ അതൊക്കെ വളരെ നല്ല ശക്തമായ പോയിന്റ്സ് ആണ്. അപ്പോൾ അത് നീ നിന്നെ തന്നെ ഒന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടെ ബിഗ് ബോസ് എന്ന ഗെയിമിനെ സീരിയസ് ആയിട്ട് കണ്ടിട്ട് ഒന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതാണ് എൻ്റെ അഭിപ്രായം. കാരണം നിനക്ക് അതിനുള്ള കഴിവുണ്ട്. നീ പോണം എന്നിങ്ങനെ എപ്പോഴും പറയാതെ. ഓക്കെ ഋഷിക്കുട്ട, നീ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നീ ഇമോഷണലി, എനിക്കതറിയാം. നീ പെട്ടെന്ന് ഡൗൺ ആവുന്ന ആളാണെന്ന് എനിക്കറിയാം. ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുള്ളതാണ്. ഇപ്പം ജാനും ഒക്കെ പോയപ്പോഴൊക്കെ നീ ഡൗൺ ആവുന്നുണ്ട്. എനിക്കത് പുറത്തുനിന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, നിന്നെ കുറച്ച് അടുത്തറിയാവുന്ന ഒരാളായ സ്ഥിതിക്ക്. പക്ഷേ നീ ആ ഡൗൺ ആവാതെ ഒന്ന് പിടിച്ച് നിൽക്കും മോനെ. കുറച്ചുകൂടെയൊക്കെ നിനക്ക് പോകാൻ പറ്റുമടാ. നിനക്ക് പോകാൻ പറ്റും. നീ ഒന്ന് ഡൗൺ ആവാതെ ഒന്ന് സ്ട്രോങ് ആവടാ. കുറച്ച് മൈൻഡ് ഒന്ന് പവറാക്ക്. ഓക്കെ അപ്സര, നീ ഒരു നല്ല ഗെയിമറാണ്. നിന്നെ ക്യാപ്റ്റനാക്കാൻ ഫസ്റ്റ്, നിന്നെയും അതേപോലെ മറ്റേ നമ്മുടെ രശ്മിനെയൊക്കെ ഫസ്റ്റ് ക്യാപ്റ്റനാക്കാൻ പറഞ്ഞ ഒരാൾ ഞാനാണ്. നീ നല്ലൊരു ഗെയിമറാണ് എന്നും പറഞ്ഞ ഒരാൾ ഞാനാണ് ഫസ്റ്റ്. എനിക്കതറിയാം. നീ നന്നായിട്ട് ഗെയിം കളിക്കുമെന്നറിയാം. നീ ഗെയിം കളിക്കാൻ വന്നതാണ്. നീ ആ ഗെയിമിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നീ മുന്നോട്ട് പോയിക്കോ. നല്ല രീതിക്ക് എത്താൻ പറ്റും. പക്ഷെ നീ ഇപ്പം കുറച്ച് ഡൗൺ ആവുന്നുണ്ട് പല സമയത്തും. ആ ഡൗൺ ആവുന്നൊന്ന് മാറ്റിയിട്ട് ഗെയിം കളിക്കാൻ വന്നയാന്ന് നീ ആദ്യം വന്ന ഫയർ ഉണ്ടല്ലോ, അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് നീ ഒന്ന് മുന്നോട്ട് പോകും. പലപ്പോഴും ഇപ്പൊ നമുക്ക് ലൈവ് കൂടെ കാണാൻ പറ്റും, എപ്പിസോഡ് എന്നുള്ള അല്ലാതെ ലൈവ് കാണാൻ പറ്റും. പക്ഷെ ഈ ലൈവ് കാണുന്ന സമയത്ത് പലപ്പോഴും പല സീനിലും മ്യൂട്ടായി പോകുന്നുണ്ട്. ശരിക്കും നിങ്ങളോട് ഗംഭീര വഴക്ക് പറച്ചിലും തെരുവിളികളും നടക്കുന്നുണ്ടോ? സത്യമായിട്ടും ഉണ്ട്. ഞാൻ അത് കള്ളം പറയുന്നില്ല. പലരുടെ ഭാഗത്തു നിന്നും നമ്മൾ ഒരിക്കലും പബ്ലിക് സ്പേസിൽ പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയുന്നുണ്ട്. അത് ഞാൻ ചെന്ന് അന്ന് തൊട്ട് പലപ്പോഴും പറയുന്നുണ്ട്. ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെന്ന് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ക്യാമറയൊക്കെ മറക്കും. നമ്മുടെ ടൈം എന്താണെന്നുള്ളത് മറക്കും. പകലും രാത്രിയും മറക്കും. ടോട്ടലി നമ്മളെല്ലാം മറക്കും കേട്ടോ. അത് നമ്മൾ പുറത്തു നിന്ന് ഈ ജനങ്ങൾ കണ്ടിങ്ങനെ കമൻസുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതൊന്നും അല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും എന്താണെന്നുള്ള. അത് നമ്മൾ സിബിൻ പോലും പുറത്തു നിന്ന് കളി കണ്ടിട്ട് ചെന്നൊരാൾക്ക് പോലും പിടിച്ചിരിക്കാൻ പറ്റില്ല കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ്സ് കണ്ടപ്പോൾ. അപ്പോൾ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അത്രത്തോളം ഒരു ഇതാണത്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയും. എനിക്കതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമ്മളത് ടോട്ടലി നമ്മളുടെ ചുറ്റും ഇത്രയും ക്യാമറകളുണ്ടെങ്കിൽ നമ്മളെ ഫുൾ ടൈം വാച്ച് ചെയ്യുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ വിട്ടുപോകും ഓട്ടോമാറ്റിക്. അല്ലെങ്കിൽ അത്രയ്ക്കും മൈൻഡ് സെറ്റ് ആയിരിക്കണം. സ്വാഭാവികമായിട്ടും വരും. അത്രയ്ക്കും മൈൻഡ് അത്രയും പവർഫുൾ ആയിരിക്കണം. ഇതെല്ലാം കാണുന്ന ആളുകൾ എന്നുള്ള. അപ്പം അതില്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പം അങ്ങനെ വരുമ്പോൾ പലപ്പോഴും വാക്കുകൾ വെളിയിൽ വരുന്നുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ നിന്ന സമയത്തൊക്കെ പലപ്പോഴും ഞാൻ പറയാറുണ്ടായിരുന്നു, ഇത് ഒരുപാട് പേര് കാണുന്നതാണ്, നിങ്ങൾ വാക്കുകൾ സൂക്ഷിക്കുക എന്നുള്ളത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം. അങ്ങനെ കേട്ട വാക്കുകളിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നത് ആരുടെ ഭാഗത്തുനിന്നായിരുന്നു കേൾക്കേണ്ടത്? ഞാൻ നിന്ന സമയത്ത് ജിൻഡോയുടെ ഭാഗത്തുനിന്ന് തന്നെയാണ്. അങ്ങനെ പറയത്ത്. ഇപ്പൊ ജിൻഡോ ഇതിനോടകം തന്നെ ഇങ്ങനെ മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ളത് ലാലേട്ടൻ വാൺചയിലും രണ്ടുപേരും ഗബ്രീനും ഒക്കെ വാൺ ചെയ്തതാണ്. അപ്പൊ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്ന ആൾ അങ്ങനെ ഉപയോഗിക്കാതെ തീരെ അത്ര മോശം വാക്കുകളിലൂടെ കടക്കാതെ അപ്രതീക്ഷിതമായിട്ട് വന്നത് ആരുടെ സൈഡിൽ നിന്നായിരുന്നു? അങ്ങനെ ജാൻമണിയുടെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് പേഴ്സണലി ഞങ്ങൾ തമ്മിൽ
അപ്പൊ ഞാൻ പറഞ്ഞു ജാൻ നോ 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 നോ. ജാൻമണി കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് പേഴ്സണലി. ഉണ്ട്. എന്നെ അല്ല, ആ. പൊതുവെ ചില കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞു ജാൻ അതൊന്നും പറയല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങിയപ്പോ അത്രത്തോളം അല്ലെ ഫീൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ Seriously. നിന്നിട്ടുള്ള ഒരാൾ കൂടിയായിരുന്നു. അതെ അതെ. അതേപോലെ തന്നെ ഇപ്പോ ജർമ്മനി ഇറങ്ങി പുറത്തിറങ്ങി. അല്ലെ, അതെ, ഞങ്ങളൊരു കരച്ചിലോട് കൂടി ഇറങ്ങിയത്. കരച്ചിലോടുകൂടി ഇറങ്ങി. പക്ഷെ ആ കരച്ചിൽ മാറിയത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ തമ്മിൽ ഞാൻ പോയി ജാനിനെ കണ്ടു. അതിന് ശേഷമാണ് ജാൻ ഒന്ന് ഓക്കെ ആയതെന്നാണ് എനിക്ക് തോന്നുന്നത്. പുറത്തിറങ്ങി എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ഫാമിലി വന്നു. സോയുടെ അവരുടെ പ്രതികരണത്തിൽ ആദ്യം വന്നൊരു കാര്യം, അമ്മ അവിടെ ഉണ്ടാവണ്ട, അല്ലെങ്കിൽ അമ്മ പുറത്തിറങ്ങി തന്നെയായിരുന്നു ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു എന്നുള്ള രീതിയിലേക്കാണ്. അത്തരത്തിലൊരു പ്രതികരണം മറുപടി പ്രതീക്ഷിച്ചിരുന്നു. ഇവർക്കും ആഗ്രഹം ഒപ്പം ഉണ്ടാവണം, അമ്മയെ കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം മറിച്ചത്. അതിനപ്പുറത്തേക്ക് ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമിൽ റിയാലിറ്റി ഷോ പോകുന്നു, അവിടെ എത്തുമ്പോൾ മാക്സിമം ദിവസം അവിടെ നിൽക്കുക, വിന്നർ ആവാന്നുള്ളത് തന്നെയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നവർ ആഗ്രഹിക്കുക. ഇത്തരത്തിലൊരു പ്രതികരണം എന്തുകൊണ്ടായിരിക്കും? അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, മൂന്നാമത്തെ ആഴ്ച ഞാനൊന്ന് ഡൗൺ ആയിരുന്നു. ആ ഡൗൺ ആയത് എന്താന്നുള്ളത് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും എൻ്റെ ഫാമിലിക്ക് മനസ്സിലാവും. അതാ ഞാൻ പറഞ്ഞത്. അതാണ് നേരത്തെ ആ പറഞ്ഞ ഫോൺ കോൾ. എനിക്കൊരു ഫോൺ കോൾ വന്ന് ഏത് രീതിയിലാണ് ആ ഒരു ടോൺ കേട്ടാൽ എനിക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ കണക്ക് അവർക്ക് മനസ്സിലായി ഞാൻ ഡൗൺ ആയ എന്താണ്. എൻ്റെ മക്കൾക്കും ചേട്ടനും മനസ്സിലായി. അപ്പോൾ ഇനി മുന്നോട്ട് നിന്നാൽ എൻ്റെ പ്രതികരണം വേറെ ലെവലിലേക്ക് പോകുന്നുള്ളത് അവർക്ക് ഓൾറെഡി അറിയായിരുന്നു. അപ്പോൾ അതിനു മുന്നേ അവളെങ്കിൽ ഇറങ്ങുന്നതായിരിക്കും നല്ലതെന്ന് അവർക്ക് തന്നെ തോന്നി. കാരണം ഈ കുട്ടികളോട് എനിക്കൊരു വാത്സല്യം വന്നെന്നുള്ള പല സിറ്റുവേഷനിലും എന്നെക്കാൾ മുന്നേ വീട്ടിൽ സംസാരം ഉണ്ടായി. അവരെന്നോട് പറഞ്ഞു ചില സിറ്റുവേഷൻസ് കണ്ടപ്പോൾ, അവർ ഫുൾ ടൈം ലൈവ് കാണുന്നുണ്ടായിരുന്നു, കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ പറഞ്ഞു എന്ന് അമ്മ സ്നേഹമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്, ഇതിനി എങ്ങനാവോ എന്തോ. കാരണം അവർ ഫുൾ ടൈം ലൈവ് കാണുമ്പോൾ ഈ അമ്മ സ്നേഹം എനിക്ക് തോന്നി തുടങ്ങി. എന്ന് വെച്ചാൽ അമ്മ സ്നേഹം മീൻസ് അവരോടൊരു വാത്സല്യം പോലെ. പക്ഷെ ഇവരൊക്കെ പുറകിൽ എനിക്കിട്ട് പണി തരാൻ വേണ്ടി ഡിസ്കഷൻ നടക്കുന്ന വീട്ടിലുള്ളവർ കണ്ടോണ്ടിരിക്കും. ഇവർ എനിക്കറിയില്ലല്ലോ, ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പം അവരവിടെ ഇരുന്ന് കൗണ്ടർ പറയുന്നു, ഇത് 8ന്റെ പണി മേടിക്കാനുള്ള ഒക്കെ ചെയ്യുന്നുണ്ട്, അവള് സ്നേഹം കൂടും, ഇത് ബാക്കിൽ നിന്ന് ഇപ്പൊ പണി കിട്ടും അവൾക്ക് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരു 3rd വീക്ക് ഡൗൺ ആയപ്പോൾ 4th വീക്കിൽ ഞാനൊന്ന് കയറി വന്നപ്പോൾ അവർക്കറിയാം ഇനിയിപ്പോൾ എൻ്റെ വേറൊരു വേർഷനിലേക്ക് ഞാൻ പോവുകയാണ്. ഞാൻ ശരിക്കും പ്രതികരിക്കേണ്ട വേറൊരു ലെവലിലേക്ക് ഞാൻ പ്രതികരിച്ചിരിക്കും എന്നുള്ളത് എൻ്റെ ഫാമിലിക്ക് മനസ്സിലായിരുന്നു. അപ്പം അതിന് മുന്നേ അവളിങ്ങി വരുന്നെങ്കിൽ വരട്ടെ, അവള് ഇൻടോളറേറ്റ് എന്ന് വെച്ചാൽ ഈ കുട്ടികളോടൊപ്പം ഒരു മെന്റൽ പ്രഷർ അവളിനി ഒരുപാട് എടുക്കണ്ട എന്നുള്ള തോട്ടിൽ അവർക്ക് തോന്നി. പക്ഷെ തിരിച്ച് അവിടെ എത്തി ഒരു ഭയങ്കരമായിട്ടുള്ള പവർ, എന്തായാലും പവർ റൂമിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ പവർ യമുനേച്ചിക്ക് തരുവാണ്, ഒരാളെ ഒരു കാരണമില്ലാതെ പുറത്താക്കാം എന്നുള്ളത്. എങ്കിൽ ആരെ പുറത്താക്കും? ഇതൊരു ഭയങ്കര ക്വസ്റ്റ്യൻ ആണല്ലോ. ഒരാളെ ഒരു കാരണമില്ലാതെ കാരണമുണ്ട് പുറത്താക്കാം, ആരാ? കാരണം ഉണ്ടെങ്കിൽ പിന്നെ കാരണം ഉണ്ടാക്കിയ ആളെ പുറത്താക്കാം. കാരണം ഉണ്ടാക്കണം എന്നുള്ളതല്ല, അവിടെ നിന്ന പെരുമാറ്റത്തിലും രീതികളിലും അല്ലെങ്കിൽ അവിടെ തുടരാൻ ഒരു രീതിയിലേക്കുള്ള അർഹതയില്ല എന്നത് മനസ്സിലാക്കിയിട്ട് പുറത്താക്കണമെങ്കിൽ ആരായിരിക്കും? മിക്കവാറും കാരണമൊന്നുമില്ല, പക്ഷെ അവിടെ തുടരണം, ഗെയിം എന്ന രീതിയിൽ ഇത്. അല്ലെങ്കിൽ നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ ഒരു കുറെ കൊടുക്കേണ്ട മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ഏതായാലും ആ രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ശ്രീധുവിനെ ചിലപ്പോൾ ഞാൻ പുറത്താക്കും. കാരണം ഈ പറഞ്ഞ സാധനമാണ്. അങ്ങനെ ഒരു വലിയൊരു കണ്ടൻസ് ഒന്നും ശ്രീധുവിന്റെ ഭാഗത്തുനിന്ന് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ബിഗ് ബോസിൽ. അപ്പൊ നിൽക്കാനുള്ള അവിടെ നിൽക്കുന്നത് പിന്നെ എന്തുകൊണ്ടായിരിക്കും തോന്നുന്നത്? അത് ചിലപ്പോൾ അർജുൻ ശ്രീധു എന്നുള്ളൊരു കോംബോ ഇപ്പൊ പബ്ലിക്കിന് കുറച്ച് ഇഷ്ടം വന്ന് തുടങ്ങിയിട്ടുള്ളതായിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇപ്പൊ ഇങ്ങനെ അവരുടെ കുറെ വീഡിയോസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ അതായിരിക്കാം പബ്ലിക്കിന്റെ ഒരു ഇഷ്ടം. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ട് അവിടെ ഉള്ളപ്പോ? ഈ പറഞ്ഞ കണക്ക് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണ്ണും അതൊക്കെ നമ്മളും കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞു വന്നതാ അല്ലേ? അല്ല, അതെ, നമ്മൾ ഈ പ്രായം കഴിഞ്ഞ് വന്നല്ലേ. പക്ഷെ അത് എത്രത്തോളം വർക്കൗട്ട് ആവുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഒരു വലിയൊരു ഇതിലേക്കൊന്നും അവർ പോകുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ നോട്ടത്തിലൊക്കെ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അതൊക്കെ ഒരു ഗെയിമിന്റെ പാർട്ടാണോ എന്ന് ഇപ്പൊ എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഉണ്ട്. എങ്കിൽ ഇപ്പൊ വൈൽഡ് കാർഡ് എൻട്രിയിൽ അവിടെ കുറച്ച് പേര് വീണ്ടും എത്തിയിട്ടുണ്ട്. ചേച്ചിക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ പവർ കിട്ടുകയാണ് വൈൽഡ് കാർഡ് എൻട്രിയിൽ യമൻ ചേച്ചിയുടെ സജഷനിൽ ഒരാളെ കൊണ്ടുവരാം എന്നുള്ളത്. എങ്കിൽ മലയാളത്തിൽ നിന്ന് ആരെ കൊണ്ടുവരും ഒരു വൈൽഡ് കാർഡ് എൻട്രിയിലേക്ക്? ഇങ്ങനെ ഒരാൾ ഇപ്പോ ആ ബിഗ് ബോസ് വീട്ടിൽ വന്നാൽ കളി മാറും. അങ്ങനെ ഒരാളെ കൊണ്ടുവരാൻ പറ്റണമെങ്കിൽ യമൻ ചേച്ചി ആരെ കൊണ്ടുവരും? നേരത്തെ ഒരാളെ ഇതുവരെ വരാത്ത ഒരാളെ കൊണ്ടുവരാണെങ്കിൽ, ഇതുവരെ കൊണ്ടുവരാൻ, ഇതുവരെ വരാത്ത ആളോ വന്ന ആളോ മുൻ സീസണിൽ ഉണ്ടായ ആളോ ഒക്കെ ആവാം. ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാവും എന്നെങ്കിൽ ആരായിരിക്കും? റിയാസ് ആണ്. റിയാസ് എന്തിനീ പബ്ലിക് നെഗറ്റീവ് പറഞ്ഞാലും അല്ലെ പോസിറ്റീവ് പറഞ്ഞാലും ഞാൻ കണ്ടൊരു ഇത് എന്താണെന്നറിയാം, പല എപ്പിസോഡ്സിലും റിയാസ് നിന്നങ്ങ് ഫൈറ്റ് ചെയ്യും. അതെനിക്കൊരു ഭയങ്കര ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്.
എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യത്തെ പ്രതികരണം അല്ലെങ്കിൽ എന്ത് പറയുന്നു എന്നുള്ളത് ശരിക്കും എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോഴാണ് കാണുന്നത് അല്ലെ? അതെ, പുറത്തിറങ്ങിയ ആളുകളെ കാണുന്ന ഒരു മാസത്തിന് ശേഷം അപ്പോഴാണ്. പക്ഷെ അവിടെ വന്ന് സംസാരിച്ചതും പ്രതികരണങ്ങളും സമൂഹം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതെ, അത് ഒന്ന് മെച്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പറഞ്ഞില്ലേ, ഞാൻ ആ ഏജ് ഗ്യാപ്പിനെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് വേറൊരു രീതിയിൽ വളച്ചൊടിച്ചിട്ട് എന്താ മൈൻഡ് സെറ്റ് ഒട്ടും ഇത് മെച്യൂരിറ്റി ഇല്ലാതെ പ്രവർത്തിക്കുന്ന കുട്ടികളാണെന്നുള്ള രീതിയിൽ അതിനെ വളച്ചൊടിച്ച് ക്യാപ്ഷനൊക്കെ വന്നിട്ട് കാര്യം വന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഏജ് ഡിഫറൻസ് ആണ് ആ ഉദ്ദേശിച്ച് പറഞ്ഞത്. ആണ്. അതിനൊപ്പം തന്നെ ഇപ്പോൾ പല അഭിപ്രായങ്ങളും അല്ലെങ്കിൽ പല രീതികളും പിന്നീട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള തോന്നലുകൾ സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വന്ന് നമ്മൾ തിരിച്ച് അവിടുത്തെ എപ്പിസോഡുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തോടു കൂടി പറഞ്ഞതോ അതങ്ങനെ അല്ലാതെ ആക്കി മാറ്റിയ ഒരു പ്രസ്താവനയോ ഒരു കാര്യമോ എന്തായിരുന്നു? ഞാൻ തിരിച്ചിറങ്ങിയിട്ട് ഒരു യൂട്യൂബ് ചാനലിന്റെ വീഡിയോ കണ്ടു. എൻ്റെ ഹസ്ബൻഡിനെ ട്രോൾ ചെയ്തുകൊണ്ടുള്ളൊരു പ്രസ്താവനയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഭയങ്കര കോടീശ്വരനാണെങ്കിൽ ഭാര്യയ്ക്ക് ഒരു 50 ലക്ഷം കൊടുത്തിട്ട് വീട്ടിൽ ഇരുത്തിയാൽ പോരെ, ഇങ്ങനെ ഒരു ഷോയിലൊക്കെ വിട്ടേ എന്തിനാന്നുള്ള രീതിയിൽ. ഞാൻ അവിടെ വെച്ച് എൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഒരു കോടീശ്വരനാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറഞ്ഞതിനെ ആരും മൈൻഡ് ചെയ്തില്ല. ഞാൻ പറഞ്ഞത്, ഞാൻ അവിടെ പറയാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഒരു കോടീശ്വരനാണ്, ഓക്കെ. പക്ഷെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുട്ടികളുടെ കാര്യങ്ങൾ അമ്മ എന്ന നിലയിൽ അവരുടെ എല്ലാ കാര്യങ്ങളും ഫിനാൻഷ്യലി അവരുടെ കാര്യങ്ങൾ പഠിത്തമായാലും മറ്റു കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് എൻ്റെ പൂർണ്ണമായ ഒരു ഉത്തരവാദിത്തമാണ്. എൻ്റെ ഒരു സെക്കൻഡ് മാരേജ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം അതിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, എനിക്ക് 2 പെൺകുട്ടികളാണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതാ ഞാൻ പറഞ്ഞു, എൻ്റെ 50 വയസ്സ് ഞാൻ എല്ലാവരെയും കാണിച്ച് തന്നെ ആഘോഷിക്കും. ഈ കുട്ടികളുടെ കാര്യങ്ങൾ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന മാക്സിമം ഈ കുട്ടികളുടെ കാര്യങ്ങൾ ഞാൻ തന്നെ എന്താ പറയുക അവരുടെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു എന്താ പറയുക ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്കുള്ളത്. അതെ, അതിനുവേണ്ടി ഞാൻ എൻ്റെ ജോലി ചെയ്യുക എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല അതിൽ നിന്ന് പറയാൻ ഉദ്ദേശിച്ചത്. എല്ലാ സ്ത്രീകളും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നുള്ളൊരു പോയിന്റാണ് ഞാൻ അവിടെ പറയാൻ ശ്രമിച്ചത്. അല്ലാതെ ഞാൻ എൻ്റെ ഭർത്താവിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരു പ്രസ്താവനയല്ല. നമ്മുടെ അച്ഛനോ അമ്മയോ ഒക്കെ നമുക്ക് ചിലപ്പം നല്ല സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ളവരായിരിക്കും. പക്ഷെ സ്ത്രീകൾ പ്രത്യേകിച്ച്, ഞാൻ പുരുഷന്മാരെല്ലാം ജോലി ചെയ്യും, അത് പക്ഷെ ഞാൻ പറഞ്ഞ നമ്മുടെ എൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിലെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ സ്ത്രീകൾ വീട്ടിലിരിക്കുക, ഭർത്താക്കന്മാർ ജോലി ചെയ്ത് കൊണ്ടുവരിക, വീട്ടിൽ വെച്ച് വിളമ്പി കൊടുക്കുക എന്നുള്ളൊരു ആ ഒരു കോൺസെപ്റ്റ് ആണല്ലോ. അപ്പോൾ അതിൽ നിന്നൊന്ന് മാറി സ്ത്രീകൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഭർത്താവിന് പൈസ ഉണ്ടാവട്ടെ, അച്ഛന് പൈസ ഉണ്ടാവട്ടെ, മറ്റു ചുറ്റുപാടുകൾ ഉണ്ടാവട്ടെ, പക്ഷെ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാൻ സ്വാതന്ത്ര്യമായിട്ട് എടുത്ത് ചെയ്യാൻ 10 രൂപ അന്തസ്സുള്ളൊരു ജോലി ചെയ്ത് ജീവിക്കണം സ്ത്രീകൾ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടു, മാറി വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതെ അതെ. വൈൽഡ് കാർഡ് എൻട്രിയിലെ ഇത്ര അധികം പേർ ഒരുമിച്ച് വരുന്നത് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമാണ്. പക്ഷെ അങ്ങനെ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് കൂടിയായിരിക്കും ചേച്ചിനെ പുറത്താക്കിയെന്ന് തോന്നുന്നുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ഞാനത് ചിന്തിച്ചിട്ടില്ല. ചിലപ്പം എനിക്കറിയില്ല, അറിയാത്തൊരു ക്വസ്റ്റ്യനാണ് അത്. എനിക്ക് വരുമ്പോ ഓരോരുത്തർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരണം എന്നുള്ളത് അത് ചിലപ്പോൾ ഉണ്ടാവും. അതൊരു ഗെയിം അല്ലേ. എന്തായാലും ഇതൊരു എന്റർടൈനിങ് ഫീൽഡാണ്. നമ്മളിപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം ഷോ ആണെങ്കിലും ഇത് ജനങ്ങൾക്കാണ്. ജനങ്ങൾക്ക് എന്റർടൈൻമെന്റ് കൊടുത്തേ പറ്റൂ. ആ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് കണ്ട് രസിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സംഗതികൾ വേണം. അപ്പൊ അങ്ങനെ കൊടുക്കുന്നവരെ കൊണ്ടുവരണം എന്നുള്ളത് ആണല്ലോ. അത് കൊണ്ടുവന്നാലല്ലേ ഷോ മുന്നോട്ട് പോവുള്ളൂ, അത്രേ ഉള്ളൂ. ഇത്തരത്തിൽ ഇപ്രാവശ്യത്തെ ഒരു ചേഞ്ച് ആയിരുന്നു. കളി മാറുമെന്ന് പറയുമ്പോൾ ഒരു പവർ ഹൗസ് അല്ലെ, അതൊരു വലിയ ചേഞ്ച് ആയിരുന്നു. അങ്ങനെ വന്ന് തുടക്കത്തിൽ തന്നെ പവർ ഹൗസിൽ പവർ ടീമിൽ കയറിയ ഒരാളാണ്. ശരിക്കും ഇത് കിട്ടിയത് ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു. കാരണം കളി പഠിക്കാൻ പറ്റി, ന്യൂട്രലായി നിന്നുകൊണ്ട് എന്താണെന്നുള്ള ചുറ്റുപാട് അറിയാൻ പറ്റി. അത് ശരിക്കും ഒരു അഡ്വാൻറ്റേജ് ആയി തോന്നുന്നുണ്ടോ? അതൊരു നമ്മൾ ആദ്യം പവർ ഹൗസിൽ കയറിയവർക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമുക്കറിയില്ല. ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ പവറും ഉണ്ട്, എല്ലാം ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്ക് തന്നിരിക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ അധികാരം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് ഫസ്റ്റ് വീക്കിൽ നമ്മൾ തന്നെ കൺഫ്യൂഷനിലായിരുന്നു. അതാ സത്യം. ഫസ്റ്റ് വീക്കിൽ ഉപയോഗിക്കാൻ നമുക്ക് പറ്റിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പം എനിക്കത് മനസ്സിലായിരുന്നു. പക്ഷെ ഞാൻ അത് ദുരുപയോഗം ചെയ്യാതെ നല്ല രീതിയിൽ മനുഷ്യത്വപരമായ രീതിയിൽ അത് ഉപയോഗിക്കണമെന്നാണ് ഞാൻ ചിന്തിച്ചത്. അതാണ് ഞാൻ അവിടെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 3-ാമത്തെ ആഴ്ചയൊക്കെ വേറെ പവർ റൂമിലുള്ളവർ ജിൻഡോയും ഒക്കെ കയറിയല്ലോ, രശ്മിനും ഒക്കെ കയറിയ സമയത്ത് ഞാൻ കണ്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണത്തിന്റെ പേരിൽ പോലും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അവിടെ നടന്നതൊക്കെ. ഇപ്പം പവർ റൂമാണ് ഫുഡ് നമുക്ക് തരുന്ന റേഷൻ സെലക്ട് ചെയ്യേണ്ടത്.
അപ്പം ആ സാധനങ്ങൾ നിങ്ങൾ കാണാറുണ്ടല്ലോ, അത് സാധനങ്ങൾ വരുമ്പോൾ പവർ റൂമാണ് സെലക്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ജിൻഡോയും രശ്മിനും പവർ റൂമിൽ കയറിയ സമയത്ത് ഈ ഫുഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പോലും അവർക്ക് എന്താണോ വേണ്ടത് അതാണ് അവർ സെലക്ട് ചെയ്തത്. ജനങ്ങൾ കണ്ടതാണത്. കിച്ചൺ ടീമിലായിരുന്നു അതിലേക്ക് ഞാൻ കയറുമ്പോൾ സവാളയോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ എന്താ പറയുക ഉപ്പോ ഒന്നും ഇല്ലാതെ ഒരാഴ്ച ഞാൻ ഫുഡ് ഉണ്ടാക്കി, ഉപ്പ് പോലും ഇല്ലാതെ. ഈ ആദ്യം ചായ കൊള്ളില്ല എന്ന് പറഞ്ഞ ജിൻഡോ ഉപ്പില്ലാതെ ഒരാഴ്ച ഭക്ഷണം കഴിച്ചു, ഞാൻ വെച്ചു കൊടുത്തത്. അതൊരു പ്രശ്നം ആർക്കും ഉണ്ടായില്ല. ജസ്റ്റ് ചിന്തിക്കുക, ഒരു ചായയുടെ പേരിലാണ് ഒരു ഇഷ്യൂ വലുതായിട്ട് നടന്നത് ആദ്യം. പക്ഷേ ഇവരെല്ലാവരും ഉപ്പില്ലാതെയും ഇതൊന്നും ഇല്ലാതെയും ഒരാഴ്ച അവിടെ ഭക്ഷണം കഴിച്ചു. അപ്പം ഞാനപ്പോൾ ആ സമയത്ത് ചിന്തിച്ചൊരു കാര്യം, ഇത്രയും പേര് നമുക്ക് ചുറ്റുമുണ്ട്, ഇവർക്കും കൂടെ വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു തോട്ട് പോലും ഇവർക്ക് തോന്നിയില്ല ആ സമയത്ത്. അപ്പം അതൊരു മനുഷ്യത്വപരമല്ലാത്ത രീതിയിലും സെൽഫിഷ്, മനുഷ്യത്വം എന്നല്ല സെൽഫിഷ് എന്ന രീതിയിൽ എനിക്കത് തോന്നിയിട്ടുണ്ട് പല സമയത്ത്. സ്വാർത്ഥത. സോ ഫൈനലി അതിനകത്തെ കളികളും കണ്ടു, കളിക്കുകയും ചെയ്തു. പുറത്ത് നിന്ന് വളരെ വ്യക്തമായിട്ട് കളികൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ സ്വാഭാവികമായിട്ട് ചോദിക്കാതെ തരമില്ല, ഇപ്പോഴത്തെ ഒരു കളി ലെവലിൽ വെച്ച് ചേച്ചിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ആരായിരിക്കും ടോപ്പ് 5? ജിൻഡോ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ജാസ്മിൻ, ഞാൻ പറഞ്ഞ പോലെ ഗബ്രിയെ വിട്ടിട്ട് ജാസ്മിൻ ഒറ്റയ്ക്ക് കളിച്ചാൽ ടോപ്പ് 5 വരും. പിന്നെ ശ്രീരേഖ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്, കാരണം ബിക്കോസ് ഷീ ഈസ് എ ഗെയിമർ. അപ്സര വരാൻ സാധ്യതയുണ്ട്. ജിൻഡോയെ എങ്ങനെ ട്രിഗർ ചെയ്ത് വീഴ്ത്തണമെന്ന് സിജോയ്ക്ക് അറിയാം, ഉറപ്പായിട്ടും അറിയാം. ആ വാരിക്കുഴിയുള്ള ആളാണ് അപ്പൊ എന്തായാലും അത് ജിൻഡോ മനസ്സിലാക്കി നിന്നാൽ ജിൻഡോയ്ക്ക് നിൽക്കാം. അതൊരു മെസ്സേജ് കൂടിയാണ്. അതെ, മെസ്സേജ് കാണുന്നില്ല, പക്ഷെ പുറത്തിറങ്ങണം. അപ്പൊ എന്തായാലും ഒറിജിനലായി നിന്ന്, അല്ലെങ്കിൽ നിലപാട് കൊണ്ടും ശബ്ദം കൊണ്ടും വ്യക്തിത്വം കൊണ്ടും ഒക്കെ നിന്ന്, പക്ഷെ അപ്രതീക്ഷിതമായിട്ട് വന്ന വ്യക്തി കൂടിയായിരുന്നു. അപ്പോൾ എന്തായാലും അകത്തെ കളികൾ കണ്ടു, പുറത്ത് വന്നു, തിരിച്ചൊരു റീ എൻട്രി ഉണ്ട്. അത് സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. ചുമ്മാ കുട്ടികളൊക്കെ ജയിച്ച് കപ്പൊക്കെ മേടിക്കട്ടെ. വീണ്ടും വന്ന കപ്പിലെ ലിസ്റ്റിൽ ഉള്ള ഒരാളായി മാറി കപ്പൊക്കെ കേട്ടട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ ചുമ്മാ സുഖിപ്പിച്ചൊക്കെ പറയുന്നു, ഇന്റർവ്യൂവിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കാനുള്ളതൊക്കെ പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച്. നല്ല ഇന്റർവ്യൂ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് ഇത്രയും നല്ലൊരു ഇന്റർവ്യൂ ഞാൻ കൊടുത്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേച്ചി ഒരുപാട് നന്നായിട്ട് സംസാരിച്ചു, സന്തോഷം. താങ്ക് യു സോ മച്ച്.